എല്ലായിടങ്ങളിലും അങ്ങനെയാണെങ്കിൽ, അതായത് ഈ നിസ്കാരത്തിനായാലും ഒക്കെ പള്ളികളിലും സ്ത്രീകൾക്ക് ഒരേപോലെ ഒരേ സമയത്ത് കയറാനൊക്കെയുള്ള അനുമതി, അങ്ങനെ ഒരു പുരോഗമനപരമായ ഒരു ചിന്തയിലേക്ക് നമ്മൾ പോകേണ്ടത്. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം അല്ല, ഈ വിഷയം കൂടി ചർച്ച ചെയ്യാമല്ലോ. ആ വിഷയം ആരാ പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞതാണ് താങ്കളോട്. താങ്കൾ ഇത്രയും പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ട് ആ വിഷയത്തിൽ അഭിപ്രായം കൂടി അറിയാൻ. സ്വാമി സച്ചിദാനന്ദം പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞ വിഷയമല്ലേ? അല്ല, അത് എനിക്ക് മനസ്സിലായി. താങ്കൾ പക്ഷേ പറഞ്ഞു വന്നപ്പോൾ ഹിന്ദു മതത്തിൽ മാത്രം ഒട്ടും പുരോഗമനമില്ലാത്ത ഏറ്റവും കൂടുതൽ പുരോഗമനം ഉണ്ടായത് അത് താങ്കൾ പക്ഷേ പറഞ്ഞില്ലല്ലോ. താങ്കൾ പറഞ്ഞു വന്ന് ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചത് എങ്ങനെയാണ്? ഇതൊക്കെ മാറ്റിമറിക്കേണ്ടതാണ്. അവകാശം ഏറ്റെടുക്കുക. ഞാനൊരു ഹിന്ദു അല്ലേ ആ അർത്ഥത്തിൽ? ഹിന്ദു ആണെങ്കിൽ ഹിന്ദു വിശ്വാസങ്ങളെ മാനിക്കുന്ന, താങ്കൾ പറഞ്ഞല്ലോ ഷർട്ട് കൊണ്ട് അമ്പലത്തിൽ പോകാറില്ല എന്ന്. താങ്കൾ അവസാനം ക്ഷേത്രത്തിൽ പോകുന്നത് തന്നെ ഏറ്റവും കൂടുതൽ പോയത് അമ്മയുടെ കൂടെ നിർബന്ധപൂർവ്വം പോയതാണ്. അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? താങ്കൾ പറഞ്ഞത് എനിക്കറിയാം. ഞാൻ സത്യസന്ധമായ കാര്യമായി നിർബന്ധപൂർവ്വം എന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത്? അത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള എല്ലായിടങ്ങളിലും പുരോഗമനം. ശബരിമലയിൽ പോകുന്ന സമയത്ത് എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു ക്ഷേത്രമാണ് ശബരിമല. അവിടെ ദർശനത്തിന് പോകുന്ന സമയത്ത് ട്രൗസർ ഇട്ട് വരുന്ന അയ്യപ്പന്മാരെ കണ്ടൂടെ? അവിടെ എന്താ പ്രശ്നം? അവിടെ ഈ ചക്രം പ്രവർത്തിക്കുന്നില്ലേ? അവിടെ നിങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ വസ്ത്രങ്ങൾ അണിഞ്ഞു വരുന്ന കറുപ്പ് വസ്ത്രവും ഇഷ്ടമുള്ള വസ്ത്രവും, കറുപ്പ് വസ്ത്രമാണ് കൂടുതൽ ധരിക്കുന്നതെങ്കിൽ ഏത് വസ്ത്രവും ധരിച്ച് അവിടെ വരാം. പോലീസുകാരെ നിൽക്കുന്നത് മറ്റൊരു വേഷത്തിലാണ്. അതൊക്കെ സ്വാഭാവികമായും അതൊക്കെ ഓരോ വിശ്വാസികളുടെ ചോയ്സായി മാറേണ്ടതാണ്. പക്ഷേ പ്രശ്നം നിർബന്ധമായിട്ട് അടിച്ചേൽപ്പിക്കുമ്പോഴാണ് ഇല്ലാതാവുന്നത്. ഇവിടെയാണ് അതിൻ്റെ പ്രശ്നം. നോക്കൂ, ഹിന്ദുമതത്തിലെ ഒരു അനാചാരത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. മുത്തലാഖിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ സതിയെക്കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ നമ്മൾ എന്താ സംസാരിക്കുന്നത്? ഇവിടെ അനാചാരങ്ങൾ എവിടെയാണെങ്കിലും അത് അവസാനിപ്പിക്കപ്പെടണം. എന്താണ് നമ്മളിപ്പോൾ വിഷയം എന്താ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ വിഷയമാണ്. ഇനി മുത്തലാഖ് വരുമ്പോഴും നമ്മൾ എന്താണ് വഖഫിന്റെ വിഷയം വരുമ്പോഴും നമ്മൾ ആ വിഷയമാണ് ചർച്ച ചെയ്യുക. നിങ്ങൾ അങ്ങനെയാണ് മറ്റൊരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് അവിടെ ചർച്ച ചെയ്യുക. അത് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഈ വിഷയം ചർച്ച ചെയ്യരുതെന്നുള്ളൊരു ശാഠ്യമല്ലേ? ഇന്നലെ സനാതനധർമ്മത്തിന്റെ ചർച്ച നടക്കുന്ന സമയത്ത് വി മുരളീധരൻ പറഞ്ഞ ഒരു കാര്യം, ഖുറാനുമായി ബന്ധപ്പെട്ട്, പരിശുദ്ധ ഖുറാനുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന് എന്തെങ്കിലും വിമർശനങ്ങൾ പറയാൻ ധൈര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ്. പക്ഷേ ഈ മുസ്ലിം സമുദായത്തിനകത്ത് നടന്നിരുന്ന ഒരു ദുരാചാരത്തെ പറ്റി അതിശക്തമായി പ്രതികരിച്ച പിണറായി വിജയനാണ്. ബോഡി വേസ്റ്റ് എന്നുള്ള പ്രയോഗം നടത്താൻ മറ്റൊരു രാഷ്ട്രീയ നേതാവിനും ധൈര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പ്രയോഗം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ആ ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. പക്ഷെ മാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രശ്നം സ്മൃതി, നമ്മളിപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ആ വിഷയത്തിലെ ഒരു അനാചാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അതുമായിട്ട് ഒട്ടും ബന്ധമില്ലാത്ത മറ്റൊരു വിഷയം ചോദിക്കുന്നു. അല്ല, അനാചാരം എന്ന് പറയുന്നത് ബന്ധപ്പെട്ടുകൊണ്ട് ഏത് മതത്തിൽ ആ അനാചാരം ഒന്ന് ചൂണ്ടിക്കാണിക്കും. വസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള അനാചാരം എന്ന് പറയുന്നത് താങ്കൾ ഇപ്പോൾ പറയുന്നത് ഈ തരത്തിൽ ഷർട്ടിടാതെ പോയാൽ, ഷർട്ടിട്ട് പോയുള്ള ദർശനമാണ് യഥാർത്ഥത്തിൽ നല്ലത്. വിശേഷിപ്പിക്കരുത്, താങ്കൾ ഭക്തനെന്ന് വിശേഷിപ്പിക്കരുത്. താങ്കളുടെ ഭക്തിയുടെ അളവുകോൽ എന്താണെന്ന് എനിക്കറിയാം. താങ്കൾ ഞാൻ അളക്കാനൊന്നും ലോകത്തുള്ള ആൾക്കാരുടെ മുഴുവൻ ഭക്തി മീറ്റർ ഞാൻ എന്തായാലും ഇല്ലില്ല. ആ മീറ്റർ കൊണ്ട് നടക്കുന്ന പാർട്ടി ഒരിക്കലും താങ്കൾ അനാവശ്യ കാര്യങ്ങൾ എന്റെ വായിലേക്ക് ഒന്ന് നോക്കട്ടെ. സംസാരിക്കാൻ താല്പര്യമില്ല. നിങ്ങളാണ് പറഞ്ഞത് എന്റെ ഭക്തി നിർബന്ധപൂർവ്വമാണ്, എന്റെ ഭക്തി ഇതാണ്. പുരോഗമനപരമാണ്. ഞാൻ പ്രേക്ഷകരോട് പറയുകയാണ്, പുരോഗമനപരമാണ് എന്നുള്ള ഞാൻ നിലപാട് എടുത്തപ്പോൾ തന്നെ അതെങ്ങനെയാണ് പുരോഗമനപരമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് എന്റെ അഭിപ്രായം മറ്റൊന്നാക്കി സ്ഥാപിക്കാൻ ആദ്യം ശ്രമിച്ചത് താങ്കളല്ലേ? ഞാൻ പറഞ്ഞത് വസ്തുതാപരമായിട്ടല്ലേ? ഞാൻ വസ്തുതാപരമായി എല്ലാ മതങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യാൻ കഴിയണം. അതാണ് പുരോഗമനം. എല്ലാ മതങ്ങളെ കുറിച്ചും, എല്ലാ മതങ്ങളിലും പുരോഗമനം വരണം. എല്ലാ മതങ്ങളിലും പുരോഗമനം വരണം. എല്ലാ മതങ്ങളിലും പുരോഗമനം വരണം. സ്വാമി സച്ചിദാനന്ദൻ പറഞ്ഞത് മാത്രമല്ല, നമ്മൾ സ്വാമി സച്ചിദാനന്ദൻ പറഞ്ഞത് മാത്രമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ സ്വാമി സച്ചിദാനന്ദന്റെ വാചകങ്ങളെ മാത്രം വെച്ചുകൊണ്ടാണല്ലോ പറയേണ്ടത്. പക്ഷേ സനാതനധർമ്മത്തെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതിലേക്ക് മാഡം പോയി. അപ്പോഴൊന്നും ഈ ഇടപെടൽ കണ്ടില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തും പറയാം. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ചർച്ചാ വിഷയമല്ല എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ടുള്ള ഒരു ബോധപൂർവമായ ശ്രമം അതാണ് താങ്കൾ നടത്തുന്നത്. അതിനോട് സുജയ, നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സ്വാമി സച്ചിദാനന്ദൻ പറയും. ഞാൻ ഈ ഒരു വാചകം പറഞ്ഞപ്പോൾ പൊട്ടിത്തെറിക്കാൻ എന്താണ്? പൊട്ടിത്തെറിക്കുന്നതല്ല, നിങ്ങൾ പറഞ്ഞ അസംബന്ധമാണ്. എന്റെ ഭക്തി നിങ്ങൾക്ക് അളക്കാനുള്ള ഒരു അവകാശം. വിവേകാനന്ദന്റെ ഭക്തി ആയിരിക്കില്ല ഈ കേരള നാട്ടിൽ അന്ന് ജീവിച്ച ഒരു ഭ്രാന്തനായ ഒരു ഫനാറ്റിക്കിനുള്ളത്. ഒരു ഭ്രാന്തനായ മതമൗലികവാദിക്കുള്ള ആശയമായിരിക്കില്ല ഒരു ഭക്തനായിട്ടുള്ള ഒരു ശബരിമലയിൽ അയ്യപ്പനുണ്ടാവുക. അതായിരിക്കില്ല ഗുരുവിനുണ്ടാവുക. അതാണ് ആ വന്ദനം എന്ന് പറയുന്നത് അപരവിദ്വേഷത്തിൽ അധിഷ്ഠിതമാകുമ്പോൾ ആ ദൈവവും ഇറങ്ങിപ്പോവും, ആ മനസ്സിൽ നിന്ന് ഭക്തിയും ഇറങ്ങിപ്പോകും. അതാണ് അപരമനുഷ്യനെ, നിങ്ങൾ ഒരു മനുഷ്യനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അപ്പുറത്തെ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കൂ എന്ന് പറയലാണ്, അവനെ കുറിച്ച് ദ്രോഹിക്കൂ എന്ന് പറയലല്ല. അതാണ് ഭക്തി, അതാണ് വിശ്വാസം. അതുതന്നെയാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. ആ ശ്രീനാരായണ ഗുരുവിനെയാണ് സനാതനധർമ്മത്തിലേക്ക് വിളക്കി ചേർക്കാൻ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അതാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത്. അതിനെയാണ് കേരളത്തിലെ സമൂഹം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതാണ് വിഷയം.
അത് ചർച്ച ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെയാ നിങ്ങൾ ഭക്തിയുമായിട്ട് പരിപാടിയിൽ പറഞ്ഞ 2 കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അത് മാത്രമല്ല അത് ഇന്റർകണക്റ്റഡ് ആണ്. അതുകൊണ്ടാണല്ലോ സ്വാമി സച്ചിദാനന്ദൻ പറഞ്ഞത് ഇത് ഒരു ബ്രാഹ്മണ്യത്തിന്റെ അടയാളത്തെ നിങ്ങൾക്ക് പുറത്ത് കാണിക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ പുറത്ത് കാണിക്കാനുള്ളൊരു ശ്രമം എന്ന നിലയിലാണ് അങ്ങനൊരു അനാചാരം വരുന്നത്. ആ അനാചാരം മാറേണ്ടതല്ലേ എന്ന് സ്വാമി സച്ചിദാനന്ദനെ പോലെയുള്ളൊരു വലിയ ഒരു സന്യാസി പറയുമ്പോൾ ആ സന്യാസി നിങ്ങൾക്ക് എങ്ങനെ നിഷേധിക്കാൻ പറ്റുക? ഞാൻ ആ സന്യാസിയെ നിഷേധിക്കില്ല. ഈ കേരളത്തിലെ ശ്രീനാരായണ ധർമ്മ പ്രസ്ഥാനത്തെ ഞാൻ ഒരു കാരണവശാലും നിഷേധിക്കില്ല. എന്തൊക്കെയാണ് പറയുന്നത്? ബാക്കി എല്ലാവരും നിഷേധിച്ചു. താങ്കൾ സ്ഥാപിക്കാനായിട്ടുള്ള പറ്റിക്കാൻ കഴിയും പ്രേക്ഷകർ. സച്ചിദാനന്ദൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ചെയ്യപ്പെടേണ്ടതാണെന്ന് പറഞ്ഞ് ഈ ചർച്ചയിൽ ആദ്യം സംസാരിച്ചത് ഞാനാണ്. അതിനുശേഷം മാഡവും സംസാരിച്ചതിന് ശേഷമാണ് താങ്കൾ അതിന് പിന്തുണ കൊടുത്തുകൊണ്ട് വന്നത്. 100% ഞാൻ പിന്തുണ കൊടുക്കുന്നു. എന്റെ ശതമാനം കണക്ക് അളക്കേണ്ടത് ഡോക്ടറാണ്. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ഡോക്ടർ അരുണാകരൻ ഞാൻ ഭക്തിയുടെ കാര്യത്തിൽ എനിക്ക് പൂർണ്ണ പിന്തുണയാണ് സച്ചിദാനന്ദ സ്വാമിയുടെ കാര്യത്തിൽ. സ്മൃതിക്ക് പൂർണ്ണ പിന്തുണയാണ് സച്ചിദാനന്ദ സ്വാമിയുടെ കാര്യത്തിൽ. താങ്കൾക്ക് വിയോജിക്കാം, താങ്കൾക്ക് പിന്തുണ പിൻവലിക്കാം, അതൊക്കെ താങ്കളുടെ അഭിപ്രായം. അതിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ആ പറഞ്ഞതിനെ മറ്റു സമുദായവുമായിട്ട് ഈ ഘട്ടത്തിൽ കൂട്ടിക്കെട്ടേണ്ട ഒരു കാര്യമില്ല. പുരോഗമനം വരണമെന്നുള്ളത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. തീർച്ചയായും ആർക്കാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്? എല്ലാ സമുദായത്തിലും വരണം. പക്ഷേ സമുദായത്തിൽ എവിടെയാ ഉള്ളത് പറയും. എല്ലായിടത്തും വരണം. മറ്റേത് വിഷയത്തിലാണ് നിങ്ങൾ ക്ലബ് ചെയ്യുന്ന പറയും? എല്ലായിടത്തും പുരോഗമനം വരണമെന്ന് പറയൂ. ഏത് മതത്തിലാണ് മേൽവസ്ത്രം അഴിച്ച് ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട വിഷയമുള്ളത്? നമുക്ക് ചർച്ച ചെയ്യാം. പറയൂ, ഏത് മതത്തിലാണ്? ഹജ്ജിന് പോകുമ്പോൾ പ്രത്യേക വസ്ത്രം ധരിച്ചാണോ പോകുന്നത്, അതോ താങ്കൾ കറുത്ത പാന്റും കറുത്ത ഷർട്ടും ഇട്ടാണോ പോകുന്നത്? മനസ്സിലായില്ല. ഹജ്ജ് നിർവഹിക്കാൻ പോകുമ്പോൾ പ്രത്യേക വസ്ത്രം ധരിച്ചു തന്നെയല്ലേ പോകുന്നത്? പറയുന്നത് ഇന്ത്യയിലെ കാര്യമാണോ സൗദിയിലെ കാര്യമാണോ? വിശ്വാസത്തിന്റെ കാര്യമാണല്ലോ താങ്കൾ പറഞ്ഞത്. കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോകുന്നവരും എങ്ങനെയാണ്? അതിന് ഓരോന്നിനും നിഷ്കർഷയുണ്ട്. ആ നിഷ്കർഷ അനുസരിച്ചാണ് മതേതര സമൂഹമായ ഇന്ത്യയിലെ കേരളത്തിലെ ക്ഷേത്രങ്ങളെ കുറിച്ചാണ്. മലയാളിയായ ഒരു മതപരമായ സൗദി പോലെ ഒരു റിലീജിയസ് ആയ ഒരു രാജ്യത്തിലെ ഒരു ആചാരത്തെ കുറിച്ച് കേരളത്തിൽ ഇരുന്ന് ഞാൻ ഹജ്ജിലെ ഡ്രസ്സ് മാറണമെന്ന് പറയുന്നത് എന്താ സംബന്ധമാണ്? ഒന്നാമത്തെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ സന്യാസി സച്ചിദാനന്ദ പ്രതികരിച്ച ഒരു കാര്യമാണ്. സന്യാസി സമൂഹത്തിനകത്ത്, സന്യാസി കൂട്ടായ്മയ്ക്കകത്ത് ഈ ചർച്ച നടക്കുകയും ഒരു പ്രമേയം പാസ്സാക്കുകയും ചെയ്ത വിഷയമാണ്. അതിൽ മുഖ്യമന്ത്രി ഒരു പ്രതികരണം നടത്തിയ ശേഷമാണ് നമ്മൾ അതിൽ ചർച്ച ചെയ്യുന്നത്. അത് എന്താ പറയുക, ഹിന്ദു സമൂഹത്തിന് പുറത്തുനിന്ന് വന്ന ചർച്ചയല്ല, അതിനകത്ത് വന്ന ചർച്ചയാണ്. അതിൽ പുരോഗമനപരമാണോ, അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണോ എന്നുള്ളതാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് സന്യാസിമാർ തന്നെ പറയുകയാണ്. അതാണ് നമ്മൾ ചർച്ച ചെയ്തത്. അല്ല, ഒരു ഡോക്യുമെൻറ്റും അതിനെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെടുത്തിയോ തന്ത്രവിധിയുമായി ബന്ധപ്പെടുത്തിയോ പറയാനില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരും എല്ലാ മഹാതന്ത്രിമാരും ഈ വിഷയത്തിൽ ഒരു അനുകൂല നിലപാട്. പക്ഷേ ഗുരുദേവനെയാണ് പറയുന്നതെങ്കിൽ ഗുരുദേവൻ ഒരിക്കലും ഷർട്ട് ധരിച്ചിട്ടില്ല എന്നുള്ളത് താങ്കൾ കണ്ടിട്ടുള്ളതാണല്ലോ. ഗുരുദേവൻ അവിടുത്തെ സന്യാസിവരന്മാരിൽ മേൽമുണ്ട് ധരിക്കുന്നവരുമുണ്ട്, അതുപോലെ ഷർട്ട് ഇടുന്നവരുണ്ട്, അതായത് അവരുടെ പ്രത്യേക തരത്തിലുള്ള കുർത്ത ഇടുന്നവരുമുണ്ട്. താങ്കൾ ശിവഗിരിയിൽ പോയിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് അതറിയാം. അത് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്, ഓരോരുത്തരും സ്വീകരിക്കുന്നതാണ്. ക്ഷേത്രങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് ആ തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളത് നേരത്തെ ഞാൻ സ്മൃതി മാഡം ഇന്ന് ഈ വിഷയത്തിൽ അവർ പറഞ്ഞ ആ കാര്യത്തിൽ മേൽവസ്ത്രം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ചില ക്ഷേത്രങ്ങൾ, എല്ലാ ക്ഷേത്രങ്ങളും അങ്ങനെയല്ല ഡോക്ടർ അരുൺ, താങ്കൾ ചിലയിടങ്ങളിൽ മാത്രമുള്ളതിനെ പൊതുവെ എല്ലായിടങ്ങളിലും ഇങ്ങനെയാണെന്ന് സ്ഥാപിക്കുന്നത് ശരിയല്ല. ഞാൻ എല്ലാ ക്ഷേത്രങ്ങളും എന്നല്ല പറഞ്ഞത്, ചില ക്ഷേത്രങ്ങൾ. ആ ചില ക്ഷേത്രങ്ങളിൽ മാറണ്ടേ? അതാണ് ചോദ്യം. ചില ക്ഷേത്രങ്ങളിൽ മാറണോ എന്നുള്ളത് അവിടെ എന്തുകൊണ്ട് ആ തീരുമാനം എടുത്തു? കാരണം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചിട്ടവട്ടമല്ല ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ളത്. താങ്കൾ രണ്ടിടത്തും പോയിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ. അപ്പോൾ ചിട്ടവട്ടങ്ങൾ തീരുമാനിക്കുന്നത് പറയേണ്ടത്. ഇക്കാര്യത്തിൽ ശ്രീനാരായണീയ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ പ്രതിഷ്ഠിച്ച ഇടങ്ങളിൽ ആദ്യം ഇത് എന്നാണ് പറയുന്നത്. ക്ഷേത്രമല്ല ശ്രീനാരായണ ക്ഷേത്രം. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങളുള്ള ക്ഷേത്രങ്ങളാണ് ഉദ്ദേശിച്ചത്. 40ഓളം ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോൾ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമുണ്ട്, ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ച ക്ഷേത്രമുണ്ട്. അവിടെ ഒന്നും തന്നെ പുരുഷഭക്തന്മാരായിട്ടുള്ള ആളുകൾ വസ്ത്രം ഞാൻ പറഞ്ഞു പറയല്ലേ, പുരുഷ ഭക്തന്മാർ ഈ വസ്ത്രം ധരിച്ചു പോകുമ്പോൾ അതൊന്നും മാറ്റണമെന്ന് നിർദ്ദേശമില്ല. അതാണെന്ന് സ്വാമി പറഞ്ഞത്. അതാണ് ശ്രീനാരായണീയ ക്ഷേത്രങ്ങളിൽ, അതാണ് വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞത്. ശ്രീനാരായണീയ ക്ഷേത്രങ്ങളിൽ നേരത്തെ തന്നെ ഈ തീരുമാനമെടുത്തിരുന്നു. നോക്കൂ, ഈ സമൂഹത്തിലെ ഉയർന്ന ചിന്താഗതിയുള്ള മനുഷ്യർ ചിന്തിക്കുന്ന ആ ചിന്താവഴിയിലേക്ക് കേരളം പോകണം, അത് ചർച്ച ചെയ്യണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ചുരിദാർ ഇടരുത് എന്നുള്ളത് ആദ്യം ഭയങ്കരമായി നിഷ്കർഷിച്ചു. ഇപ്പൊ അത് ഒരുവിധം എല്ലാ ക്ഷേത്രങ്ങളും മാറ്റിയിരിക്കുന്നു. അപ്പോൾ
സൗകര്യവും വസ്ത്രം ധരിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ കണക്കാക്കിയിട്ടാണ് അത് പറയുന്നത്. ചുരിദാർ ധരിച്ചു വരാമെന്ന്. ഇപ്പൊ എല്ലാവർക്കും സാരി ഉടുത്ത് പോകാൻ പറ്റില്ല, എല്ലാവർക്കും പാവാടയും ബ്ലൗസും ഇട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ആ കാലം മാറുന്നു, കാലത്തിനനുസരിച്ചുള്ള ചർച്ചയായിട്ടാണ് വരുന്നത്. വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് തന്നെ എന്താ, അതൊക്കെ കത്തിപ്പോകുന്നതല്ലേ, കത്തിപ്പോവാത്തതല്ലേ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഭക്തിയുമെല്ലാം. അത് ഈ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോൾ പരമാവധി കുത്തിത്തിരിപ്പുണ്ടാക്കി വ്യത്യസ്ത മതവിഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തി അതിനെ ചർച്ച ചെയ്യുന്നത് തന്നെ അത്യന്തം റിഗ്രസീവാണ് എന്നതാണ് എൻ്റെ നിലപാട്. Meet the editors.